വേദിയിലെ സംപൂജ്യ സ്വാമിമാരുടെ തൃപ്പാദങ്ങൾക്ക് മുന്നിൽ മനസ്സ പ്രണാമമർപ്പിക്കുന്നു. വേദിയിലെ മറ്റു മാനനീയ പ്രമുഖരെ, സ്നേഹം നിറഞ്ഞ അമ്മമാരെ, സഹോദരന്മാരെ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ദ്വിതീയ സർസംഘചാലകായിരുന്ന പരംപൂജനീയ ഗുരുജിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ താലൂക്ക് തല പരിസമാപ്തിയിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ചിരിക്കുന്നത്. ഇത്തരുണത്തില് ഗുരുജിയും രാഷ്ട്രീയ സ്വയംസേവക സംഘവും സമൂഹത്തിനും ഈ രാഷ്ട്രത്തിനും ചെയ്ത സേവനങ്ങൾ അറിയാത്തവരല്ല നമ്മൾ വേദിയിലും സദസ്സിലും ഇരിക്കുന്നത്. 1925 മുതൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം ഭാരതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. യുഗപ്രഭാവനായ ഡോക്ടർ ജിയും കർമ്മസന്യാസിയായ ഗുരുജിയും തെളിച്ച മാർഗത്തിലൂടെ 10,000-കണക്കിന് പേർ നമുക്ക് മുന്നേ നടന്നുപോയിട്ടുണ്ട്. കേരളത്തിലും 1940-കൾ മുതൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ശരി തന്നെ. ഇനിയാണ് അവർക്ക് ചോദിക്കാനുള്ള ചോദ്യം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് നേടി എന്നുള്ളത്. നമ്മൾ പലപ്പോഴും പലരും നേരിടാറുള്ളൊരു ചോദ്യമാണത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് നേടി? ആ ചോദ്യം അവരൊന്നും കൂടെ വ്യക്തമാക്കി തരും. ഒരു MP-യെയോ ഒരു MLA-യോ ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചു? നമ്മൾ നേരിട്ടുണ്ടാവും ഒരു ചോദ്യം. ഇത്തരം ഒരു ചോദ്യം തന്നെ വരാൻ കാരണം ഇന്നത്തെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണ്. അതായത് രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുക അഥവാ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് കക്ഷി രാഷ്ട്രീയമായിരിക്കണമെന്നും കക്ഷി രാഷ്ട്രീയത്തിന്റെ അളവുകൾ അറിയാം. കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. 1921 ഒരു കൂട്ടം മാപ്പിളമാർക്ക് ഹാലിളകിയപ്പോൾ ആ മുസ്ലിം തീവ്രവാദിക്ക് മുന്നിൽ സ്വന്തം തല വെച്ചുകൊടുത്ത ഹിന്ദു, സ്വന്തം മതം വെച്ചുകൊടുത്ത ഹിന്ദു, സ്വന്തം സ്വത്തുക്കൾ ഉപേക്ഷിച്ചു കൊടുത്ത ഹിന്ദു, സ്വന്തം ക്ഷേത്രങ്ങൾ തകർക്കുന്നത് നിർവികാരതയോടെയും നിസ്സംഗതയോടെയും നോക്കി നിന്ന ഹിന്ദു, സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി തിരിഞ്ഞു നോക്കാതെ ഓടിയ ഹിന്ദു, ദോഷം പറയരുതല്ലോ, കൂടെ ആരെങ്കിലും ഓടുന്നുണ്ടോ എന്നും കൂടി നോക്കാതെ ഓടിയ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലെ ഹിന്ദു ചരിത്രത്തിന്റെ ഏടുകളിൽ നാണം കെട്ട കഥകൾ രചിച്ചുകൊണ്ട് കിടക്കുന്നു. പക്ഷെ കാലം മുന്നോട്ട് പോന്നപ്പോ മാറാട്ട് കടപ്പുറത്ത് 8 ശവവും 15 ജീവച്ഛവവും പെറുക്കി അടുക്കി വെച്ചപ്പോ മാറാട് കടപ്പുറത്ത് നിന്ന് ഒരൊറ്റ ഹിന്ദു പോലും ഓടിയില്ല എന്ന് മാത്രമല്ല, കാൽച്ചുവട്ടിലെ മണൽത്തരി പോലും അനങ്ങാതിരിക്കാൻ ചവിട്ടി പിടിച്ച് അവിടെ തന്നെ നിന്നു. ഒരു പിടി അരയരുടെ ആത്മധൈര്യമല്ല നമ്മൾ അവിടെ കണ്ടത്. കാലം ഹിന്ദുവിന് സമ്മാനിച്ച കരുത്തുമല്ല കണ്ടത്. മറിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ചിട്ടയായ പ്രവർത്തനം ഹിന്ദു സമാജത്തിലുണ്ടാക്കിയ സംഘബോധവും ആത്മബലവുമാണ് മാറാട്ട കടപ്പുറത്ത് വിജയഗാഥ രചിക്കാൻ അവിടുത്തെ അരയരെ പ്രാപ്തരാക്കിയത്. 1950 ശബരിമല ക്ഷേത്രം കത്തിയതല്ല, കത്തിച്ചു. ഒരു കൂട്ടം ക്രിസ്ത്യൻ മതമൗലികവാദികളുടെ അഗ്നിതാണ്ഡവത്തിന് മുന്നിൽ കലിയുഗ വരദനായ അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിലും വിഗ്രഹവും വരെ കത്തി നശിച്ചു. ഈ സമയത്ത് അന്നത്തെ ശരാശരി ഹിന്ദു ചെയ്തത് ക്ഷേത്രങ്ങളിലും പൂജാമുറികളിലും നിന്ന് കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു, അയ്യപ്പ അവന്റെ കൈ വെട്ടപ്പാന്ന്. അയ്യപ്പൻ വാടക കുണ്ടേനെ പോലെ ടെൻഡർ ഏറ്റെടുക്കാനൊന്നും തുടങ്ങാത്തോണ്ട് ആരുടെയും കൈ വെട്ടിയില്ല. അർജുന, നീ ആയുധം എടുക്കാൻ ഞാൻ തേർത്തെളിക്കാമെന്ന് പറഞ്ഞ ഭഗവാനെ മറന്നുകൊണ്ടാണ് നമ്മൾ ആ പണി ചെയ്തത്. അർജുന, നീ അവിടെ നാമം ചൊല്ലിയിരിക്കുക, എല്ലാം ഞാൻ ശരിയാക്കാന്നല്ല പറഞ്ഞത്, നീ ആയുധം എടുക്ക, ഞാൻ തെളിക്കാന്നാ പറഞ്ഞു. അത് മറന്ന ഹിന്ദു അയ്യപ്പ അവന്റെ കൈ വെട്ടാപ്പാന്ന് പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. കാരണം അന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘം കേരളത്തിൽ കാലൂന്നി എന്ന് പറയാറായിട്ടില്ല, വിരലൂന്നിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് അന്നത്തെ ഹിന്ദുവിനെ ഇങ്ങനെ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യേണ്ട സ്ഥിതി വന്നത്. പക്ഷെ 1980-കളില് ശബരിമല ക്ഷേത്രത്തിന്റെ പൂങ്കാവനമായ നിലയ്ക്കൽ മഹാദേവ ക്ഷേത്ര സന്നിധിയില് കുരിശ് പൊട്ടിമുളച്ചപ്പോ ആ കുരിശിന് മുന്നിൽ ഹിന്ദു കണ്ണീരോടുകൂടി അയ്യപ്പ അവന് വേണ്ടത് കൊടുക്കപ്പാന്ന് പറഞ്ഞില്ല. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച അനുഗ്രഹം തേടി ഹിന്ദു തന്നെ ഇറങ്ങി. ഹിന്ദു സംഘടിച്ചിറങ്ങി ആ കുരിശ് പിഴുത് അവിടുന്ന് ഒരു ഏറെറിഞ്ഞപ്പോ കിലോമീറ്ററുകൾ അപ്പുറത്ത് ആങ്ങാമൊഴിയിൽ അത് ചെന്നു വീണുവെങ്കില് അതും കാലം സമ്മാനിച്ച കരുത്തോ കാലം സമ്മാനിച്ച മാറ്റമോ അല്ല, രാഷ്ട്രീയ സ്വയംസേവക സംഘം പടുത്തുണ്ടാക്കിയ സംഘടിത ഹിന്ദു ശക്തിയാണ് നിലയ്ക്കലിലെ വിജയഗാഥ രചിക്കാൻ നമ്മെ സഹായിച്ചത്. മലപ്പുറം ജില്ലയില് ഹിന്ദുമതത്തോടുള്ള ആദരവും ഭക്തി
ഭക്തിയും ബഹുമാനവും നിമിത്തം രാമസിംഹനായി മാറിയ ഉണ്ണിയൻ സാഹിബിന്റെ കഥ അറിയാത്ത ഒരു ഹിന്ദുവും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. സ്വന്തം തറവാട്ട് വളപ്പിൽ ടിപ്പു സുൽത്താനാൽ നശിപ്പിക്കപ്പെട്ട നരസിംഹ ക്ഷേത്രം അദ്ദേഹത്തെ ഒരു ഹിന്ദു ഭക്തനാക്കി മാറ്റി എന്നതാണ് വസ്തുത. കുടുംബസമേതം ഹിന്ദുവായി മാറി എന്ന ഒരൊറ്റ കുറ്റത്തിന് രാമസിംഹനെയും കുടുംബത്തെയും അറുകൊല ചെയ്ത കഥ നമുക്കറിയാം.